പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വേദ, ഏതവസ്ഥയിലും ഞാനുണ്ടാവിടെ കൂടെ. അതുപോലെ അവന്റെ കാര്യം ഓർത്ത് താനിനി പേടിക്കണ്ട. ഇനി അവന്റെ കൈ ഒരു പെൺകുട്ടിയുടെ നേരെ ഉയരില്ല. ഇനിയിപ്പോ തന്റെ മനസ്സൊന്ന് ആറുന്നത് വരെ നമ്മുടെ കല്യാണം മാറ്റിവെക്കണമെങ്കിലും ഞാൻ റെഡിയാ. താനെന്താ ഒന്നും പറയാത്തത് വേദ? ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞു മതി കല്യാണം. That's up to you. അപ്പോ രാവിലെ എനിക്ക് നടന്നതിന്റെ പേരെന്താണ് ദർശൻ? അതിന്റെ പേരും താലികെട്ടുന്നത് തന്നെയല്ലേ? വേദ, താനെന്ത് വിഡിത്തായി പറയുന്നത്? ഒരു മഞ്ഞ ചരടെടുത്ത് കഴുത്തി കെട്ടിയതിനാണോ താനീ കല്യാണം എന്നൊക്കെ പറയുന്നത്? കയ്യിലിരിക്കുമ്പോഴാണത് മഞ്ഞച്ചരട്. കഴുത്തിൽ കെട്ടിയാൽ അതിന്റെ പേര് താലിയെന്ന് തന്നെയാണ്. ആരാ വന്നതെന്ന് കണ്ടില്ലേ? എന്താ ഇൻസ്പെക്ടറെ, ലോക്കപ്പിൽ കിടക്കുന്ന പ്രതികളെ ടിക്കറ്റ് വെച്ച ആളെ കാണിക്കാനൊക്കെ തുടങ്ങി. കണ്ടു കഴിഞ്ഞല്ലോ, മുതിർന്നവരെ സംസാരിക്കട്ടെ. നിങ്ങളായിരുന്നു ആ പെണ്ണിന്റെ അച്ഛനെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. എടാ തെമ്മടി, നീ ഒരിക്കൽ എന്റെ കോടതിയിൽ വിധിയും കാത്ത് തലകുനിച്ചു നിന്ന ക്രിമിനലാണ്. ആ നീ എന്റെ മകളെ തൊടുവല്ലേ? വിചാരണയും വിധിയൊക്കെ അങ്ങ് കോടതിയിലല്ലേ സാറേ? ഇത് പോലീസ് സ്റ്റേഷനല്ലേ? ഇവിടുത്തെ വിധിയും ഞാൻ തന്നെ തീർക്കാവടാ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെടിവെക്കണം സാറേ. ആഞ്ചി വലിക്കണം സാറേ. വേണ്ട സാർ, പ്ലീസ്. ചെറുപ്പം മുതൽ മുത്തശ്ശി എന്നെയും കൊണ്ട് ആ അമ്പലത്തിൽ പോകാറുള്ളതല്ലേ. എല്ലാ വർഷവും തുലാമാസത്തിലെ 30 വെള്ളിയാഴ്ച ശ്രീ പാർവതിയുടെ നട തുറക്കുമ്പോൾ ശിവനെയും പാർവതിയും ഒന്നിച്ച് തൊഴുത് നമ്മൾ മടങ്ങാറുള്ളതല്ലേ. അന്ന് ആ നടയിൽ നടക്കുന്ന കല്യാണങ്ങൾ ചൂണ്ടി മുത്തശ്ശി പറയാറുള്ളത് ഭാഗ്യം ചെയ്ത ദമ്പതികളാണ് ഒന്ന് താലി കെട്ടുകയെന്നല്ല. എന്റെ ഭാഗ്യം ഇതാണ് മുത്തശ്ശി. ദൈവം അറിഞ്ഞു തന്ന ഭാഗ്യമാണിരിക്കും. എന്റെ മഹാദേവ, എന്ത് പാപം ചെയ്തിട്ട് എന്റെ കുഞ്ഞിന് ഈ ഗതി വരുത്തിയത്? ഇനി സാറിന് തല്ലിയെ തീരുമെന്ന് നിർബന്ധമാണെങ്കിൽ തുടങ്ങിക്കോ സാറേ. വന്നുപോയ VIP-കളൊക്കെ തൃപ്തിപ്പെടുത്തേണ്ടല്ലേ? നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു രാഷ്ട്രീയക്കാരൻ കയ്യിലുണ്ടെന്ന അഹങ്കാരം അല്ലടാ. എന്നാലേ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അടിക്കണോ? ഹലോ സാർ, പറയണം. നമ്മൾ വിചാരിച്ച പോലെ അല്ല സാർ. കാട്ടുപോത്തിനേക്കാൾ വീര്യവും കാണ്ടാമൃഗത്തേക്കാൾ തൊലിക്കെട്ടിയുമാണ് അവന്. ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചിട്ടും ഒരു കുലുക്കവും ഇല്ല. ചെയ്തത് മനഃപൂർവ്വമല്ല എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. തെറ്റാണെന്ന് സമ്മതിക്കുന്നത് പോലുമില്ല. എന്തായാലും നാളെ സാറിന്റെ പെങ്ങളൊപ്പിട്ട് ഒരു പരാതി സ്റ്റേഷനിലേക്ക് എത്തിക്കണം. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് FIR ഇട്ട് അവനെ ജഡ്ജി അദ്ദേഹത്തിന് മുന്നിൽ തന്നെ എത്തിച്ചേക്കാം. ബാക്കി സാർ നോക്കിക്കൊള്ളൂ. കോടതിയിൽ അവന് വേണ്ടി വാദിക്കാനും പുറത്തിറക്കാനും ആളുണ്ടാവില്ലെന്നാണോ താൻ കരുതുന്നത്? സാർ,
അതല്ലാതെ നമ്മുടെ മുന്നിൽ അവിടെ ഇട്ട് തന്നെ ഇല്ലാതാക്കി കളയടോ ഇൻസ്പെക്ടറെ. സാർ അത് ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ കോടതിയും ശിക്ഷയും ഒക്കെ. അത് ശരിയാവില്ല സാർ. ഇത്രയും തല്ലിയത് തന്നെ സാറിന്റെ കാര്യമായതുകൊണ്ടാണ്. എന്തെങ്കിലും സംഭവിച്ച ലോക്കപ്പ് മരണം, മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് പുലിവാലാവും. എടോ, ജില്ലാ ജഡ്ജിയുടെ മകളെയാണ് അവൻ കയറി ബലമായിട്ട് താലി കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതാണ് വിധിയെങ്കിൽ നാളെ സാധാരണക്കാരന്റെ ഗതി എന്താവും? താനൊരു കാര്യം ചെയ്, അകത്ത് വെച്ചല്ലേ പറ്റാതുള്ളൂ, പുറത്ത് വെച്ചാവല്ലോ. സാർ അത് എൻകൗണ്ടർ എന്നൊക്കെ പറയുമ്പോ എന്താടോ, തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? സാറേ, ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഒരു കേസ് വന്നാൽ തനിക്കെന്താ ഭയമുണ്ടോ? നാളെ പരാതി കിട്ടിയതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകും വഴി അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. താൻ അത് എതിർത്തു. അവൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചു. ആത്മരക്ഷാർത്ഥം തനിക്കവനെ വെടിവെക്കേണ്ടി വന്നു. മനസ്സിലായല്ലോ? സാർ, എടോ, ഒരു ക്രിമിനലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ. അധികം മാനുഷിക മൂല്യമൊന്നും നോക്കണ്ട. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തനിക്ക് അനുകൂലമായ നടപടിയേ ഉണ്ടാവൂ. മാത്രമല്ല, സ്വപ്നം കാണാൻ പറ്റാത്തൊരു തുക സമ്മാനമായിട്ട് അങ്ങ് വീട്ടിൽ എത്തും. എന്താ പോരെ? ശരി സാർ, ഞാൻ നോക്കി ചെയ്തോളാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ കൃത്യമായിരിക്കണം. തന്നെ ഞാൻ വേണ്ടതുപോലെ കാണുന്നുണ്ട്. ഓക്കെ? നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് ദർശനമായുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ അവനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞയച്ചിരിക്കണം. ഇനി അങ്ങനൊരുവൻ ഈ ഭൂമിയിൽ വേണ്ട. എന്റെ മകളുടെ നിഴൽ വെട്ടത്ത് പോലും ഇനി അവനെ കണ്ടുപോകരുത്. വലിച്ചു പൊട്ടിക്ക് പറ്റണേ. ഞാൻ പൊട്ടിക്കാം. തെമ്മാടി കഴുത്തിൽ കിട്ടിയ താലിയുമായി ജീവിതം കഴിക്കാനോ? മോളെ, ഇതൊരു ചരട് മാത്രം. ഒരു താമര നൂലിന്റെ കനം പോലുമില്ലാത്ത വെറും ഒരു ചരട്. അത് വലിച്ചു പൊട്ടിച്ചു കളയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. കാലാകാലങ്ങളായി കുടുംബത്തിൽ പാലിച്ചു വരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ലംഘിച്ചു എന്ന് കേൾപ്പിക്കരുത് എന്ന് കരുതിയിട്ടാ. എന്താ മോളെ നീ കാണിച്ചത്? എല്ലാം സമ്മതിച്ചിട്ടല്ലേ നീ അങ്ങോട്ട് വന്നേ? മോളെ വേദ, എല്ലാവരുടെ സന്തോഷത്തിനു വേണ്ടി ഇങ്ങനൊരു ചടങ്ങ് നടത്താൻ നമ്മൾ തീരുമാനിച്ചെന്നല്ലേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഇങ്ങനെ വിധവയായി ഞങ്ങൾ കണക്കാക്കിയെന്നാണ്, അല്ലല്ലോ? ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് നാളുകൾ കൊണ്ട് രൂപപ്പെട്ടു വരുന്നതാണ്. അതൊരു താലിച്ചരടിൽ തൂങ്ങി നിൽക്കുന്നതല്ല. എന്നാൽ ഏട്ടത്തിയമ്മയ്ക്ക് ശ്രീകാന്തേട്ടൻ കിട്ടിയ താലി പൊട്ടിച്ചെറിയാൻ കഴിയൂ? ഉമാമഹേശ്വര സന്നിധിയിൽ വെച്ച് താലി കെട്ടുന്നത് 7 ജന്മങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന മുത്തശ്ശി എന്നെ പഠിപ്പിച്ചത്. ഇതാ സന്നിധിയിൽ വെച്ച് എന്റെ കഴുത്തിലേറിയ താലിയാണ്. ഈശ്വര സന്നിധിയിൽ വെച്ച് കഴുത്തിലേറിയ താലി എന്ന് പറയുന്നത് വെറും ഒരു ചരടല്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അത് അറുത്തു മാറ്റുന്ന ചടങ്ങ് നടത്തിയിട്ട് മതി ദർശനുമായുള്ള വിവാഹമെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് എങ്കിൽ ഞാൻ പറയുന്നത്. ഇത് അറുത്തു മാറ്റാൻ എനിക്കാവില്ല. മോളെ, അതെ അമ്മേ, ഇത് കിട്ടിയതോടെ ഞാനൊരാളുടെ ഭാര്യയായി കഴിഞ്ഞു. അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം ദൈവനിശ്ചയമായിരുന്നില്ലേ? അതേ അമ്പലനടയിൽ വെച്ചല്ലേ നിങ്ങളുടെ താലികെട്ട് നടന്നത്? ഇരിക്കും മേഡം.
ഇവനെ പോലുള്ള റൗഡികളോടൊന്നും സംസാരിക്കാനേ കൊള്ളില്ല. സമൂഹത്തിന് തന്നെ വലിയ ശല്യങ്ങളാണിവർ. സോഫ്റ്റ് കോർണറും സെന്റിമെന്റ്സും വെച്ച് ഇവരോടൊന്നും പെരുമാറാൻ പറ്റില്ല. മാഡത്തിനോട് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാവും തന്ത്രപൂർവ്വം കൊണ്ടുപോയി കൊന്നുകളയാൻ തീരുമാനിച്ചതല്ലേ? അയാൾ റൗഡിയാണ്, സമൂഹത്തിന് ശല്യമാണ്, അതൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാളുടെ ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്നാണോ? മാഡം, അത് ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഡ്യൂട്ടി. കൊലപാതകത്തിന് കോൺട്രാക്ട് എടുക്കലല്ല. 10 മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ളിൽ വിക്രമിനെ റിലീസ് ചെയ്തിരിക്കണം. പക്ഷേ അതിനുള്ളിൽ അയാളെ പറഞ്ഞയച്ചില്ലെങ്കിൽ ഈ സ്റ്റേഷന് മുന്നിൽ നിന്ന് ഞാനൊരു ലൈവ് അങ്ങ് പോകും. നാട്ടിലുള്ള എല്ലാ മീഡിയയും ഈ ഉമ്മറത്തെത്തും. നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യവും അതിന് പ്രേരിപ്പിച്ചവരും എല്ലാം എക്സ്പോസ്ഡ് ആവും. അമ്മേ, ഇത് കുടിക്കും. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ദാ ഈ കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കമ്മേ. അമ്മേ, അമ്മ ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടതുകൊണ്ട് വിക്രമിന്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. അവന്റെ അമ്മയല്ലേ ഞാൻ. പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നത് കണ്ടുവന്ന് രവിനേനല്ലേ പറഞ്ഞേ. എന്തിനാന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? അതെ, ഇന്നലെ കണ്ടു എന്നുള്ള ശരിയാ. പക്ഷേ വിട്ടോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ലല്ലോ. ഇന്നലെ രാത്രി അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. എന്താ അതിനർത്ഥം? അവൻ ശ്രീകാര്യം ശ്രീനിവാസന്റെ പാർട്ടിയുടെ അണിയല്ലേ അമ്മേ? വല്ല പൊതുപ്രവർത്തനം നടത്തി പോലീസ് ഓടിച്ചു കാണും. അമ്മ സമാധാനിക്ക്. എനിക്കറിയാം, അവൻ എങ്ങനെയായാലും ആർക്കും ഒരു പ്രശ്നമില്ല. അവന്റെ അച്ഛനും നിങ്ങൾ ചേട്ടന്മാരും ഒക്കെ അവനെ അടുപ്പിക്കാറില്ലല്ലോ. അതിനമ്മ കരഞ്ഞിട്ടെന്താ കാര്യം? അത് അവന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടുകൂടിയല്ലേ. ഏത് നേരവും ആ ശ്രീനിവാസന്റെ കൂടെ അയാൾക്ക് വേണ്ടി ജീവിക്കാനല്ലേ അവന് നേരമുള്ളൂ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നേരത്ത് കയറി വരുമെന്നല്ലാതെ അവൻ ഈ വീടിനോട് അത്രയല്ലേ അടുപ്പമുള്ളൂ. പൊന്നോനെത്തി. ഇനി അമ്മ നേരിട്ട് ചോദിച്ചല്ല. അയ്യോ മോനെ, ഇതെന്താ പറ്റി? ഒന്നുമില്ലമ്മേ, ബൈക്കിൽ നിന്ന് വീണു. നോക്കി കണ്ടോ ഓടിക്കണ്ട നീ. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയോ? ഇല്ലമ്മേ, കാര്യമായ പ്രശ്നമൊന്നുമില്ല. എങ്ങോട്ടാ? തോട്ടപ്പടി. മാഡം, കയറിയപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഭർത്താവുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കി ഇറങ്ങിയതാണോ? അല്ല, നമ്മളെ ഈ ഓട്ടോക്കാര് പലതരത്തിലുള്ളവരെ കാണുന്നതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. മാഡത്തെ കണ്ടപ്പോ കല്യാണം കഴിഞ്ഞേ അധികം ആയിട്ടില്ലാന്ന് തോന്നല്ലോ. ഇല്ല, 2 ദിവസമായിട്ടുള്ളൂ. ആഹാ, അത് ശരി. അപ്പോഴേക്കും അയാൾ കുഴപ്പമുണ്ടാക്കിയോ? അയാൾ കൊള്ളാലോ. പോലീസിൽ ഏൽപ്പിക്കണം മാഡം. അല്ല, വേറൊന്നും തോന്നരുത് കേട്ടോ. നമ്മൾ ഈ പെണ്ണുങ്ങളൊന്ന് താഴ്ന്നു കൊടുത്താലേ അപ്പ തലേ കയറി ഇരിക്കും ഈ ആണുങ്ങള്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, തോട്ടപ്പടിയിലാണോ വീട്? അല്ല, ഒരാളെ കാണാൻ പോകുന്നതാ. ആഹാ, എന്റെ വീട് അവിടെയാ. അല്ല, ആരെ കാണാനാ? വിക്രം. ആ, വിക്രത്തിനെ കാണാനാണോ? എന്നാ പിന്നെ മാഡത്തിന്റെ ഇഷ്യൂ എന്തായാലും അവസാനിച്ചൊന്ന് കൂട്ടിക്കോ. വിചാരിക്കുന്ന പോലെയല്ല. വിക്രം എന്ന് വെച്ചാ ആരാന്നാ? ഹീറോ ആണ്, ഹീറോ. പക്ഷേ ആളുടെ സ്വഭാവം വെച്ച് ഇമാതിരി കൊട്ടേഷനൊന്നും അത്ര പെട്ടെന്ന് ഏറ്റെടുക്കാൻ വഴിയില്ല. പക്ഷെ സാരില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്ത് ശരിയാക്കി തരാം. എന്താ പോലെ? മാഡം ധൈര്യമായിട്ട് ഇരിക്കേ. ഇത് നിങ്ങളുടെ മകനാണോ? ആ, ജന്മം കൊടുത്തു പോയതുകൊണ്ട്
അങ്ങനെയും പറയാം. അതെ മോളെ, വിക്രം ഞങ്ങളുടെ മകനാ. എന്താ കാര്യം? ഏയ്, എന്തായാലും കുട്ടി ആരാ? എന്തിനാ ഞങ്ങളെ കാല് പിടിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മരുമകളാ. നിങ്ങളുടെ ഇളയ മകൻ വിക്രമിന്റെ ഭാര്യ, ഈ വീടിന്റെ പുതിയ മരുമകൾ. കമല, എന്താ ഇതൊക്കെ? വിക്രം, എന്താ ഈ കുട്ടി പറയുന്നേ? ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ എന്നെ അപമാനിച്ചു, തല്ലി. ആ ദേഷ്യത്തിന് ഞാൻ നിന്റെ കഴുത്തിലെ താലി കെട്ടി. അതോടെ തീർന്നു. മനസ്സിലായല്ലോ? പൊട്ടിച്ചെറിഞ്ഞ് നിന്റെ വഴിയെ പൊയ്ക്കോളെന്ന് പറഞ്ഞാണ്. അതല്ല, ഇതും കഴുത്തിലിട്ടുകൊണ്ട് പ്രതികാരം കളിക്കാനാണ് ഭാവം. ഈ കളി ഇവിടെ കൊണ്ടൊന്നും തീരില്ല. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ മുടങ്ങിപ്പോയത് എന്റെ വിവാഹമാണ്. അപ്പോഴോ ഇത് കാരണം ഉപേക്ഷിക്കേണ്ടി വന്നത് എനിക്ക് എന്റെ വീടാണ്. ഇതിൽ കൂടുതൽ എന്താ സംഭവിക്കാനുള്ളത്? മതി, നിർത്തും. നിന്റെ കഴുത്തിൽ ഒരു മഞ്ഞച്ചരട് കെട്ടിയെന്ന് വെച്ച് എന്നെ വിധിയാക്കാൻ നോക്കണ്ട. പറഞ്ഞല്ലോ, ഒരാവേശത്തിന് പറ്റിപ്പോയതാ. അത് ആലോചിച്ച് ലൈഫ് സ്പോയിൽ ചെയ്യാൻ നിൽക്കാതെ ഇറങ്ങി പോകാൻ നോക്കാം. ലൈഫ് സ്പോയിലായി കഴിഞ്ഞു. അത് ശരിയാക്കാനാ ഞാൻ ഇവിടെ വന്നത്. ഓഹോ, ഞാൻ താലി കെട്ടിയോണ്ട് നീ ഇങ്ങോട്ട് വന്നു. നാളെ വേറൊരുത്തൻ താലി കെട്ടിയ നീ അവന്റെ വീട്ടിലേക്ക് പോകും. എന്റെ നേരെ കൈവയ്ക്കുന്നോടി. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ക്ഷമിച്ചു. ഇറങ്ങിപ്പോ. സാധ്യമല്ല. കൊഴത്തിന് പിടിച്ച് തള്ളണോ ഞാൻ? മതിയെടാ. മോളെ, ആരാ നീ? എന്താ ഇതൊക്കെ? ഞാൻ എന്റെ പേര് വേദ, ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മകളാണ്. ജില്ലാ ജഡ്ജ് ശങ്കരനാരായണന്റെ മകളോ? നീ പഠിച്ച കുട്ടിയല്ലേ മോളെ? ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞ് ജീവിതം കളയണം. അതെ മോളെ, ഇവന്റെ ജീവിതമോ ഇങ്ങനെയായി. നീയും കൂടി അതിന്റെ കൂടെ നശിക്കണം. കുട്ടി കുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഫീലിങ്സ് ഒന്നും അവന്റെ മനസ്സിലില്ല. ചെളിയിൽ ചവിട്ടുന്നവൻ മാത്രമല്ലെന്നറിയാം, അയാൾ ചെല്ലുന്നിടവുമെന്നറിഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തന്റെ കൂടെ ഇറങ്ങി പുറപ്പെടരുത് കുട്ടി. മനസ്സിലായല്ലോ? എന്റെ യോഗ്യത എന്താണെന്ന് ഇപ്പൊ അറിഞ്ഞില്ലേ? ഇനി പോവല്ലോ. അതോ പറഞ്ഞതുപോലെ കഴുത്തിന് പിടിച്ച് തള്ളണോ ഞാൻ? ഏയ്, ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്.